നമസ്കാരം സാർ. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. നമുക്കറിയാം ഈ വർഷത്തെ UPSC പരീക്ഷയിൽ 252 റാങ്ക് ജേതാവായ പാർവതി ഗോപകുമാർ മലയാളം ഓപ്ഷൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. അപ്പൊ മാം തന്നെ പറയുന്നുണ്ട്, മലയാളം എന്ന ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ എളുപ്പമാണ് മലയാളം എന്ന അതിലുപരി തന്നെ തെറ്റുകൾ ഏറ്റവും കൂടുതൽ വരുത്താൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. അപ്പം ശരി ആക്കുന്നതിലുപരി തെറ്റുകൾ നമുക്ക് എങ്ങനെ കുറച്ച് പരീക്ഷയെ സമീപിക്കാം, മാമിന് വേണ്ടിട്ട് സാറിന് അതിന്റെ രീതി സാർ എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? ശരിക്കും എൻ്റെ ഒരു വിദ്യാർത്ഥി ആയതിൽ പാർവതി ഗോപകുമാരനെ ഞാനും അഭിനന്ദിക്കുകയാണ്. 282ാമത്തെ റാങ്കാണ് ആ കുട്ടി മലയാളം ഓപ്ഷനിലെടുത്ത കുട്ടിക്ക് ലഭിച്ചത്. തികച്ചും അത് എൻ്റെയും കൂടി ഒരു അഭിമാനത്തിൻ്റെ നിമിഷം തന്നെയാണ്. അതുകൊണ്ട് ആ കുട്ടി ഞാനും പ്രത്യേകമായി അഭിനന്ദനം നൽകുകയാണ്. ആ കുട്ടി ഇവിടെ വരുമ്പോൾ ഗാലൻഡിൽ മലയാളം എടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഏകദേശം അതിന് സാമാന്യനുള്ള എല്ലാ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. സിലബസിനെ കുറിച്ച് 2 പേപ്പറാണല്ലോ നമുക്ക് പേപ്പറിലുള്ളത്. ആ 2 പേപ്പറിലെയും 2 എയും ബിയെ കുറിച്ചൊക്കെ നല്ല സാമാന്യമായൊരു അറിവ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ആ അറിവുമായിട്ടാണ് ആ കുട്ടി ഇവിടെ വരുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തുടക്കത്തിൽ തന്നെ എനിക്ക് ബോധ്യമായത്, കുട്ടിക്കും ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. പാർവതിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എങ്ങനെ മലയാളത്തിൻ്റെ ആൻസർ എഴുതണം. അറിവുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ ആൻസർ എഴുതണം എന്ന കാര്യത്തിൽ പാർവതിക്ക് ഒത്തിരി വിഷമമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ശരിക്കും ആദ്യം മുതലേ ആ കുട്ടിയെ പരിശീലിപ്പിച്ചത് വ്യക്തമായ രീതിയിൽ എങ്ങനെ നമുക്ക് പരീക്ഷ എഴുതാം എന്നതായിരുന്നു ആ കുട്ടി കൂടുതൽ നൽകിയത്. ആ കുട്ടിയെ ഞാൻ നൽകിയ മെന്ററിങ് അത് കുട്ടി ഭംഗിയായിട്ട് മനസ്സിലാക്കുകയും വ്യക്തമായി അത് ഫോളോ ചെയ്യുകയും കൃത്യമായിട്ട് അത് പാലിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിക്ക് ഇത്തരം നല്ലൊരു സ്കോർ മലയാളത്തിൽ ലഭിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഈ ആൻസറിങ്ങിന്റെ രീതിയിൽ ഉണ്ടായ, കാരണം 2-3 പ്രശ്നം മലയാളത്തിനുണ്ട്. ഒന്ന്, ഈ ഒരുപാട് പഠിക്കേണ്ട ഒരർത്ഥത്തിൽ വാസ്റ്റ് ആയ ഒരു നോളജ് ആവശ്യമാണ്. ആ നോളജ് ആ കുട്ടിക്കുണ്ട്. പക്ഷെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആ മുഴുവൻ ആൻസർ അല്ലെങ്കിൽ നമ്മൾ അറിവ് മുഴുവനും അവിടെ എഴുതാൻ പറ്റുകയില്ല. അപ്പം ഓരോ ചോദ്യത്തിന് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെങ്ങനെ ഉത്തരം എഴുതാം, അതിനേക്കാൾ ഉപരി നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത സ്പേസ്, കാരണം അത് സ്പേസും തരുന്നുണ്ടല്ലോ. അപ്പൊ 15 മാർക്കിന് ഇത്ര സ്പേസേ ഉള്ളൂ. ആ നിശ്ചിത സ്പേസിൽ ആ നിശ്ചിത ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ഒരു ആൻസർ എഴുതാം, അതാണ് കുട്ടിയെ കൂടുതലും പരിശീലിപ്പിച്ചത്. അത് ആ കുട്ടി ഭംഗിയായിട്ട് നിർവഹിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഞാൻ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി തന്നെ പറഞ്ഞു, മുഴുവൻ ചോദ്യത്തിനും ആ കുട്ടിക്ക് ഉത്തരം എഴുതാൻ സാധിച്ചു. അപ്പം ആ നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത സ്പേസിനുള്ളിൽ മുഴുവൻ ചോദ്യത്തിന് ഉത്തരവിടാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ മലയാളത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ പാർവതിക്ക് സാധിച്ചത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു മാർക്ക് ലഭിച്ചതെന്നാണ് എന്റെയും കൂടിയുള്ള വിശ്വാസം. ഓക്കെ. റിഗാർഡിങ് ഓപ്ഷണൽ പാർവതിന്റെ മലയാളമായിരുന്നു. മലയാളം ഓപ്ഷണൽ എങ്ങനെ ഏത് എക്സ്റ്റെന്റ് വരെ പാർവതിക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സഹായിച്ചു? വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഗാലൻഡിലെ ഹരീഷ് സാറിന്റെ അടുത്ത് ഞാൻ ക്ലാസ്സസിന് ചേർന്നിരുന്നു. വീണ്ടും സെലക്ടീവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് സാർ എനിക്ക് ആൻസർ റൈറ്റിംഗിന് ഫീഡ്ബാക്ക് തന്നിരുന്നു. എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് സാർ തന്നിരുന്നു. അങ്ങനെയാണ് സാർ എനിക്ക് നല്ലൊരു ബ്രോഡ് പെർസ്പെക്റ്റീവ് തന്നു. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് എന്നെ മനസ്സിലാക്കി തന്നു. പിന്നീട് മലയാളം ലിറ്ററേച്ചർ സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണെങ്കിൽ പോലും അതില് ചില പോയിന്റ്സ് ഹിറ്റ് ചെയ്യണം ചോദ്യത്തില്, എസ്പെഷ്യലി പേപ്പർ 1 എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാക്കി തരുന്ന സാറാണ്. ഈ പറഞ്ഞ പോലെ സാറ് മലയാളം പ്രൊഫസറായിട്ട് റിട്ടയർ ആയ സാറാണ്. അപ്പൊ സാറിന്റെ അത്ര ഉള്ള നോളജ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിവിൽ സർവീസ് എന്ന മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സമയമെടുത്തും അതുപോലെ ബുദ്ധിമുട്ടേറിയതുമാണ് നമ്മൾ ഓപ്ഷണൽ ചൂസ് ചെയ്യാന്നുള്ളത്. അതിൻ്റെ കാരണം തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ നിർണായകമായിട്ട് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഓപ്ഷണൽ ചൂസ് ചെയ്തത് ഏതെടുത്തു എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഇപ്പം മലയാളം ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തൊരു കുട്ടിക്ക് പോലും വളരെ ഈസി ആയിട്ട് പഠിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് സാർ മലയാളം ചൂസ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ശരിയാണ്. നമ്മൾ സിവിൽ സർവീസിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ മലയാളം BAയോ മലയാളം MAയോ എടുത്ത കുട്ടികളൊന്നും അല്ല ഈ മലയാളം ഓപ്ഷൻ എടുത്ത് ജയിച്ചതെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ എടുത്തവരുണ്ടോയെന്ന് തന്നെ ചരിത്രത്തിൽ നോക്കിയാൽ ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ഫണ്ടമെന്റൽ BAന്നോ അല്ലെങ്കിൽ PGയോ അങ്ങനെ മലയാളത്തിലുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്നില്ല, അല്ലെങ്കിൽ അതിന് ആവശ്യമില്ല. നമുക്ക് മലയാളത്തിന് എല്ലാ സബ്ജക്റ്റിനും ഉള്ളതുപോലെ തന്നെ മലയാളത്തിന് കൃത്യമായ ഒരു സിലബസ് ഉണ്ട്. കൃത്യമായ സിലബസാണ്, യാതൊരു മാറ്റമില്ലാത്ത സിലബസാണ്. അതിന് തന്നെ പേപ്പർ 1ഉം പേപ്പർ 2ഉം, പേപ്പർ 1ന്റെ സെക്ഷൻ Aയും സെക്ഷൻ Bയും ഉണ്ട്. ആ സെക്ഷൻ Aയിൽ എന്ന് പറഞ്ഞാൽ ഭാഷയുടെ ചരിത്രം മാത്രമേ അവിടെ വരുന്നുള്ളൂ.
അതും കൃത്യമാണ്. അതിന്റെ പേപ്പർ 1-ന്റെ ബിയിലാണെങ്കിൽ സാഹിത്യത്തിന്റെ ചരിത്രം. അങ്ങനെ കൃത്യമായ പേപ്പർ 1-നും പേപ്പർ 2-നും കൃത്യമായ സിലബസ് ഉണ്ട് എന്നതാണ്. ആ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിച്ചാൽ അതിന് പ്രയർ നോളജ് ഒന്നും ആവശ്യമില്ല. മലയാളത്തിന്റെ പ്രയർ നോളജ് ഒന്നും ആവശ്യമില്ല. പക്ഷെ പ്രയർ നോളജ് എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും തീർച്ചയായിട്ടും അറിയണം. എഴുതാനും വായിക്കാനും തെറ്റുകൂടാതെ എഴുതാനുള്ള ഒരു കഴിവ് ഒരു പക്ഷെ ജന്മസിദ്ധമായിട്ട് കുട്ടികൾക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ ആ ഒരു കഴിവ് ഉണ്ടാവണം. പിന്നെ ഏത് ഓപ്ഷൻ എടുക്കുന്നതിനും ആ വിഷയത്തോടൊരു താല്പര്യം വേണം. നമ്മൾ എത്ര പഠിപ്പിച്ചെടുത്താലും ഈ ഒരു താല്പര്യം, ജന്മസിദ്ധമായൊരു താല്പര്യം ഒരാവശ്യമുണ്ട്. ഏത് വിഷയം എടുക്കുന്നതിനും അത് ആവശ്യമാണ്. അങ്ങനെ ജന്മസിദ്ധമായൊരു താല്പര്യം, മലയാളം പഠിക്കണം, മലയാളത്തോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളം ഓപ്ഷൻ എടുത്ത് ജയിക്കാൻ സാധിക്കും. എടുത്തവരെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പാർവതി പോലും മലയാളം ഐച്ഛികമായി എടുത്ത് ഡിഗ്രി പാസ്സായ കുട്ടിയൊന്നും അല്ലെന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ മലയാളം എടുത്ത് കിട്ടുന്നവരാരും തന്നെ പൊതുവെ ഞാൻ പറഞ്ഞ കണക്ക് BA മലയാളമോ MA മലയാളമോ കഴിഞ്ഞ് വരുന്നവരല്ല. മറിച്ച് മലയാളത്തിലൊരു താല്പര്യം അവർക്ക് ഉണ്ടാവും. മലയാള സാഹിത്യം, എസ്പെഷ്യലി മലയാള സാഹിത്യത്തിലൊരു താല്പര്യം. ആ താല്പര്യം ഉണ്ടാവുക, പിന്നെ എഴുതാനും വായിക്കാനും ഉള്ളൊരു ഒരു കഴിവ്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഹോബി പോലെ, അങ്ങനെ ഉണ്ട്. ചിലർക്ക് ഹോബി പോലെ സാഹിത്യം വായിക്കാനും പഠിക്കാനും ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ ഒരു ഹോബി, റീഡിങ് ഒരു ഹോബി ആയിട്ട് വെക്കുക. മലയാളം ഐച്ഛികമായിട്ടുണ്ടെന്ന് അറിയുക. അപ്പം പിന്നെ അത് എടുക്കാമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുക. ഏതെങ്കിലും നന്നായി അറിയാവുന്ന ഒരാളുടെ അരികിൽ പോയി, അത് അത്യാവശ്യമാണ്. ഈ നന്നായി അറിയുന്ന ഒരാളുടെ അരികിൽ പോയി നമ്മൾ സിലബസ് പരിചയപ്പെട്ടെങ്കിൽ അതിന്റെ മേഖല, അതിന്റെ എളുക എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു മെന്ററെ സമീപിക്കണം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓപ്ഷണൽ മലയാളം എടുക്കുന്ന കാര്യം മാത്രമല്ല എനിക്ക് കരുത്തി പറയാനുള്ളത്. ഏത് ഓപ്ഷൻ എടുക്കണമെങ്കിലും ആ ഓപ്ഷനിൽ പഠിപ്പിക്കുന്ന ആളെ ഒന്ന് കണ്ടെത്തി അവരുമായിട്ട് ചെറിയൊരു ഇന്റർവ്യൂ നടത്തണം. നമ്മുടെ കൈവശം നമുക്ക് എന്തെല്ലാം അറിവ് അക്കാര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ അറിവ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ കൊണ്ട് സാധിക്കും, അത് പറ്റത്തില്ലെന്ന് തീർച്ചയായിട്ടും ഒരു മെന്ററിന് പറയാനും സാധിക്കും. അപ്പൊ ഒരു മെന്ററിന്റെ സഹായത്തോടുകൂടി മാത്രമേ എനിക്ക് തോന്നുന്നു ഈ ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാവൂ എന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ വ്യക്തമായ സിലബസ് ഉള്ളത് കൊണ്ട്, കൃത്യമായ സിലബസ് ഉള്ളതുകൊണ്ട് ആ സിലബസിലൂടെ പറഞ്ഞു തരുന്ന ആരെങ്കിലും ഉണ്ടാകണം. നമുക്ക് ചിലതൊക്കെ പറഞ്ഞു തന്നേ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളം ഓപ്ഷൻ എടുത്ത് പഠിച്ച് നല്ല മാർക്ക് ജയിക്കാൻ പറ്റും. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ശ്രീലക്ഷ്മിക്ക് ഇനി എന്താ ചോദിക്കാനുള്ളത്? സാർ, അത് എന്റെ ഒരു സംശയം കൂടിയാണ്. നമ്മൾ മലയാളം ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്ക് പൊതുവെ ചിന്തിക്കുന്നത് മലയാളത്തിൽ കറണ്ട് അഫയേഴ്സ് കുറവായിരിക്കാം എന്നുള്ളൊരു ചിന്ത പൊതുവെ ഒരു ധാരണയുണ്ട്. അപ്പോ സാറിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് പ്രത്യക്ഷത്തിൽ ആ ചോദ്യം ശരിയാണ്. വെച്ചാൽ കറണ്ട് അഫയേഴ്സ് ഇല്ല എന്ന് തോന്നാം. എന്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഉള്ളത് മലയാളത്തിലാണെന്ന് ഞാൻ പറയാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മുടെ സിലബസ് പരിശോധിക്കുമ്പം സാഹിത്യവും ചരിത്രവും ഒക്കെ ആണല്ലോ. ഭാഷയുടെ ഉൽപ്പത്തിയൊക്കെ പറയുമ്പം പണ്ട് പഠിച്ച ഭാഷ മലയാളം എന്ന പേര് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അതിനൊന്നും വലിയ മാറ്റമില്ല എന്ന് തോന്നും. അപ്പം പ്രത്യേകിച്ച് പ്രാചീന സാഹിത്യമൊക്കെ പഠിക്കാൻ എടുക്കുമ്പം ആ പ്രാചീന സാഹിത്യത്തിൽ പണ്ടുണ്ടായിരുന്നത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം കറണ്ടായിട്ട് അതിലൊന്നും ഇല്ലെന്ന് നമുക്ക് തോന്നാം. പക്ഷേ കറണ്ടായിട്ടുള്ളത് ഇല്ലെന്നല്ല അറിയണ്ടേ. ഇന്ന് ഇപ്പം എഴുത്തച്ഛനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ അന്നത്തെ എഴുത്തച്ഛനെ അല്ല നമുക്ക് അറിയേണ്ടത്, ഇന്ന് എഴുത്തച്ഛൻ ആരാണ്. ആ ഇന്നുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ഒരു ചോദ്യത്തെ നമുക്ക് സമീപിക്കാൻ സാധിക്കുമോ? അപ്പൊ ആ നിലയിൽ നമ്മൾ പഠിക്കുവാനും അറിയുവാനും ശ്രമിച്ചാൽ മാത്രമേ മലയാളത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഇല്ല എന്നല്ല, ശരിക്കും പറയാം കറണ്ട് അഫയേഴ്സ് ഉള്ളൂ എന്ന ഏതൊരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതുമ്പോഴും ഇന്നിന്റെ പ്രസക്തി കൂടി മനസ്സിലാക്കിക്കൊണ്ടേ നമുക്ക് അതിന് ഉത്തരം എഴുതാവൂ. എങ്കിൽ മാത്രമേ ആ ഉത്തരത്തിനൊരു മൗലികത ഉണ്ടാവൂ. എന്നാൽ മാത്രമേ നല്ല മാർക്ക് ലഭിക്കുകയുള്ളൂ. സാധാരണ മലയാളത്തിന് സംഭവിക്കുന്നത് പഴയകാല സാഹിത്യത്തിലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ഉത്തരം എഴുതും. പക്ഷെ അതല്ല നമുക്ക് ആവശ്യം. പഴയകാല ചോദ്യമാണെങ്കിലും അതിന്റെ ഉത്തരം എഴുതുമ്പോൾ ഒരു പുതിയ അവബോധത്തിൽ നമുക്ക് ആ ഉത്തരം എഴുതാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം കറണ്ട് അഫയേഴ്സ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് മീനിങ് ഇന്ന് അതിന്റെ പ്രസക്തി എന്ത്, ഏതിനെ കുറിച്ച് ചോദിക്കുമ്പോഴും ഇന്ന് അതിന്റെ പ്രസക്തി എന്ത് എന്ന് അറിയണം. ഇപ്പം 12-ാം നൂറ്റാണ്ടിലെ ഒരു സാഹിത്യത്തിൽ നിന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ അന്ന് അതിന്റെ ഉത്തരം അല്ല, ഇന്ന് ആ ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ രീതിയിലായിരിക്കണം ഉത്തരം എഴുതുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഉണ്ട് എന്ന് കറണ്ട് അഫയേഴ്സ് എങ്ങനെ മനസ്സിലാക്കുന്നത്? നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഇന്ന് അതിന്റെ പ്രസക്തിയെ കുറിച്ച് കൂടി ചിന്തിച്ച് പഠിച്ചാൽ ആ ഉത്തരം നമുക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും. ഓക്കെ, അതാണ് അതിനെ കുറിച്ച്. രവതിക്ക് എന്തെങ്കിലും
ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം മലയാളം പഠിക്കാൻ പഠിക്കാൻ എടുത്ത ഒരു കുട്ടി എപ്പോൾ മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യണം? അപ്പൊ ആ കുട്ടിയുടെ ചിട്ടയായ പഠന രീതികൾ എങ്ങനെ ആയിരിക്കണം? എപ്പോൾ പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ എങ്ങനെയാണ്? അതിപ്പം നമുക്ക് മലയാളത്തിന് നേരത്തെ രേവതി ചോദിച്ചതുപോലെ മുൻപ് മലയാളം പഠിക്കാത്തൊരു കുട്ടിയായിരിക്കും അല്ലേ, എഴുതാനും അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ +2 വരെയൊക്കെ മലയാളം പഠിച്ച് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ ഡിഗ്രിയിലൊക്കെ എഴുതാനും അറിയാനും അങ്ങനെ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു വന്നൊരു കുട്ടി എന്ന നിലയിലാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഏതാണ് ഓപ്ഷൻ എടുക്കണം തീരുമാനിക്കണമല്ലോ. ഈ PMC പ്രിലിംസിന് ചേരുമ്പോൾ തന്നെ ഏതാണ് നമ്മൾ ഓപ്ഷൻ എടുക്കണമെന്ന് തീരുമാനിക്കണമല്ലോ. ആ തീരുമാനിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു, നല്ലൊരാളോട്, അത് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരിക്കലും പറയാം, നല്ല ഒരാളെ കണ്ടെത്തിയിട്ടേ നമ്മുടെ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കാം. അങ്ങനെ കണ്ടെത്തി ഓപ്ഷൻ ഏതാണ്, അപ്പം മലയാളമാണെന്ന് തിരഞ്ഞെടുത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത് പഠിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് എത്ര കഴിവുണ്ടായാലും പെട്ടെന്ന് പഠിച്ച് ഒരു സമയമുണ്ട്. അപ്പം നമുക്ക് ഒരു റൈറ്റിങ്ങിന് സ്പീഡുണ്ട്. ആ സ്പീഡ് എഴുതി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ, അല്ലാതെ പെട്ടെന്ന് അങ്ങ് പഠിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രിലിംസ് പഠിക്കാൻ വരുമ്പോൾ തന്നെ പാരലായിട്ട് മലയാളം ആണെങ്കിൽ ഓപ്ഷൻ കൂടെ പഠിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഇവിടെയാണെങ്കിൽ നമ്മൾ 6 മാസമാണ് പ്രിലിംസിന് ജോയിൻ ചെയ്യുന്ന സമയം തൊട്ടുള്ള ഏകദേശം 6 മാസമാണ് മലയാളം ഓപ്ഷൻ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിവിടെ നമ്മൾ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രമാണ്. ഒറ്റ ദിവസത്തെ ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങ് തുടങ്ങുകയാണ്. അപ്പം നമുക്ക് പേപ്പർ 2 പേപ്പറുണ്ട്, സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് ഓരോന്നിനും ഉണ്ട്. അങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ട് പിന്നെ സിലബസ് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരാഴ്ച കൊണ്ട് പഠിച്ച് തീരാൻ ആവശ്യപ്പെടുന്നു. ഒരാഴ്ചയിൽ ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യം ഒരാഴ്ച കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് കുട്ടി പഠിച്ച് തീർക്കണം. പഠിച്ച് തീർക്കാനായിട്ട് എന്നിട്ട് കുട്ടിയോട് തന്നെ വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുക, അങ്ങനെ മനസ്സിലാക്കി പോവുക. അങ്ങനെ ആകുമ്പോഴേക്കും രണ്ടും പാരലായിട്ട് പഠിച്ചെന്ന് തീരും. അല്ല പ്രിലിംസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ജയിച്ചതിന് ശേഷം പിന്നെ ഓപ്ഷൻ പെട്ടെന്ന് എടുത്ത് നമുക്ക് എഴുതാൻ പറ്റുകയില്ല. അങ്ങനെ അത് വേഗം പഠിച്ചെടുക്കാവുന്ന ക്യാപ്സ്യൂളുകളല്ല, അങ്ങനെ ഇല്ല. നമ്മൾ ക്രമേണ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. അപ്പം അഭിപ്രായമാണ് പ്രിലിംസ് തുടങ്ങുന്ന സമയത്ത് തന്നെ പാരലായിട്ട് ഓപ്ഷനലും പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. ഏകദേശം ഒരു 6 മാസം, ഇപ്പം ഇവിടെ ആണെങ്കിൽ ഒരു ജൂണിൽ തുടങ്ങിയ അല്ലെങ്കിൽ ജൂലൈ തുടങ്ങിയ ഒരു ജനുവരി കൊണ്ട് ഈ മലയാളം ഓപ്ഷൻ കംപ്ലീറ്റ് ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തീർക്കുന്നതാണ് ഇവിടുത്തെ രീതി. അപ്പം അങ്ങനെ നമുക്ക് പാരലായിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്, പഠിക്കുന്നത് അതായിരിക്കും നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത്. ഇനി എന്താണ് ലക്ഷ്മിക്ക് വല്ല സംശയം തോന്നുന്നുണ്ട് മലയാളമായിട്ട് ബന്ധപ്പെട്ട്? സാർ, നമ്മൾ ഓപ്ഷനിൽ മലയാളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് മലയാളം. അത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്തായിരിക്കാം? പിന്നെ നമ്മൾ മുൻകാല പരീക്ഷാ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ സാറിന് അനുഭവം എന്താണ്? മലയാളത്തിന് കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് മലയാളം. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. മലയാളത്തിന് കൂടുതൽ മാർക്ക് കിട്ടുന്നു എന്നല്ല, അതിനേക്കാൾ നമുക്ക് പറയാൻ പറ്റുന്നത് കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ് മലയാളം. അതിന്റെ കാരണം അപ്പം മലയാളത്തിന് കൂടുതൽ മാർക്ക് കിട്ടുന്നു, കുറച്ചുകൂടി എഴുതാൻ എളുപ്പമുണ്ട് എന്നൊക്കെ ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു നോക്കുമ്പോൾ സിലബസ് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എളുപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ കൃത്യമായൊരു സിലബസ്, എനിക്കൊന്ന് മറ്റ് സബ്ജക്റ്റിനേക്കാൾ കൃത്യമായൊരു സിലബസ് മലയാളത്തിനുണ്ട്. അപ്പോൾ ഓരോ സെക്ഷൻ എയിലും സെക്ഷൻ ബിക്കും യൂണിറ്റ് വൈസ് ആയിട്ട് പറയുകയും ആ യൂണിറ്റിൽ നിന്ന് തന്നെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. അത് വലിയൊരു നേട്ടമാണ്. എനിക്ക് തോന്നുന്നത് പേപ്പർ 1-ന്റെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അറിയാം, പേപ്പർ 1-ന്റെ സെക്ഷൻ എയിലെ ഒരു യൂണിറ്റിൽ മാത്രമാണ് ഒരുതരം കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ളത്. കാരണം ഈ സമകാലീന മലയാളം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ മലയാളത്തെ കുറിച്ചൊക്കെ ഉള്ളത് ചോദിക്കും. ബാക്കിയുള്ള ആ 9 യൂണിറ്റിലെ 8 യൂണിറ്റുകളും പഴയ കാലത്തെ സാഹിത്യം നമുക്ക് പഠിക്കാനുള്ളത്. ആ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഇനി അതിന്റെ ചോദ്യങ്ങൾ നോക്കുമ്പോഴോ കൃത്യമായിട്ട് ആ ഇന്ന യൂണിറ്റിൽ നിന്ന് ഇന്നത് വന്നു എന്നിങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു 1-ാമത്തെ യൂണിറ്റ് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ 1-ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിരിക്കുന്ന മുൻകാല ചോദ്യങ്ങൾ മുഴുവനും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കൃത്യത നമുക്ക് തന്നെ മനസ്സിലാവും. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുമെന്നൊരു കൃത്യത ഒരുപക്ഷെ അത് മലയാളത്തിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം വളരെ കുറച്ച് മാത്രമേ ഈ സമകാലീന മലയാളത്തിൽ ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ ഇത് ഒരുപക്ഷെ കേൾക്കാത്ത ചോദ്യം വരിക. ബാക്കി മുഴുവനും പഠിച്ച ഭാഗത്ത് നിന്ന് സിലബസ് യൂണിറ്റ് വൈസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ സാഹിത്യ ചരിത്രത്തിന്റെയും അവസാനത്തെ ഒരു 6-ാമത്തെ യൂണിറ്റിൽ മാത്രമാണ് ഈ സമകാലീന നോവൽ ചെറുകഥയൊക്കെ വരുന്നത്. അവിടെ ഒരു പക്ഷേ നമുക്ക് കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു ചോദ്യം ചോദിച്ചൊന്നുമില്ല. ബാക്കി മുഴുവനും നേരത്തെ വളരെ പ്രാചീന സാഹിത്യമൊക്കെ ആകുമ്പോൾ അത് അതിൽ നിന്ന് തന്നെ ആയതുകൊണ്ട്
കൃത്യമായ ചോദ്യവും ആ കൃത്യമായ ചോദ്യത്തിന്റെ ഉത്തരവും നമുക്ക് ഈ സിലബസ് പരിചയപ്പെടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ മലയാളത്തിന്റെ ഏറ്റവും വലിയൊരു എളുപ്പം, അല്ലെങ്കിൽ എല്ലാവർക്കും എളുപ്പം തോന്നുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് തോന്നുന്നത് ഇത് തന്നെയാണ്. അപ്പം ഒരിക്കൽ കൂടി പറയാൻ, കൃത്യമായ സിലബസ്, ആ സിലബസിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ സിലബസ് നന്നായി പരിചയപ്പെടുന്ന ഒരു കുട്ടിക്ക്, സാധാരണ സിവിൽ സർവീസിന്റെ പരീക്ഷയ്ക്ക് സിലബസ് മാത്രം പരിചയപ്പെട്ടാൽ ഉത്തരവെഴുതാൻ പറ്റുമെന്ന് വലിയ ചോദ്യം സാധിക്കത്തില്ല, കാരണം എല്ലാം നന്നായി അറിയണം. പക്ഷെ ഇവിടെ അതല്ല, കൃത്യമായ സിലബസ് ഉണ്ട്, ആ സിലബസിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആകെ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു 90% എന്ന് തന്നെ പറയാം, 90% വരെയും നമ്മുടെ സിലബസിനത്തിന്റെ ഉള്ളിലാക്കി. ഔട്ട് ഓഫ് സിലബസ് എന്ന സാധനം ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. 23 ചോദ്യം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എല്ലാം സിലബസിൽ നിന്ന് തന്നെയാണ്. അപ്പൊ സിലബസ് നന്നായി പരിചയപ്പെടുന്ന ഒരു കുട്ടിക്ക്, അതുപോലെ തന്നെ സിലബസിലെ മുൻകാല ചോദ്യങ്ങളും നന്നായി പരിചയപ്പെടുന്ന ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതുമ്പോൾ എല്ലാം അറിയാവുന്ന മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നതെന്നും തോന്നുകയും അതൊരു നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഏറ്റവും കൂടുതൽ കുട്ടികൾ മലയാളം ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ നല്ല പരിശീലനം കൊണ്ട്, ഒരു പരിശീലനം ആവശ്യം, പരിശീലനം കൊണ്ട് മുൻകാല ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ എഴുതി അത് ശരിയായ രീതിയിലാണോ എഴുതിയതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന നല്ലൊരു മെന്ററിങ്ങിലൂടെ നമ്മൾ കൃത്യമായി ഉത്തരവെഴുതുന്ന രീതിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ എഴുതാനും അതുപോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അതാണ് മലയാളത്തിന്റെ മറ്റ് സബ്ജക്റ്റിനെ അപേക്ഷിച്ച് മലയാളത്തിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മനസ്സിലായി? ഓക്കെ. സാറിന്റെ സ്റ്റുഡൻ്റായ പാർവതി മാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആൻസർ റൈറ്റിംഗിലേക്കാണ് വരുന്നത്, പറയുന്നുണ്ട് ഒരു ഉത്തരം എങ്ങനെ എഴുതുന്നു എന്നതിലുപരി നമ്മൾ എങ്ങനെ തെറ്റ് വരുത്താണ്ട് എഴുതുന്നു എന്നതാണ് പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സാർ നമ്മൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് നമ്മൾ ആൻസർ റൈറ്റിംഗിൽ? ശരിയാണ്, അത് ഒരു പാർവതി അന്ന് ഉന്നയിച്ച ചോദ്യവും പാർവതി പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നത് പാർവതിയെ സംബന്ധിച്ച ഓരോ കുട്ടികൾക്കും അങ്ങനെയും കൂടെ ഉണ്ട്, ഓരോ കുട്ടികളുടേക്കും ഓരോ തരത്തിലുള്ള കുറവുകളായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് നല്ല അറിവുണ്ടാവും, പക്ഷെ അത് ചിലർക്ക് പ്രസന്റ് ചെയ്യാനാകും. ചിലർക്ക് അറിവില്ലേലും ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ പാർവതിയെ സംബന്ധിച്ച് ഈ ആൻസറിങ് എങ്ങനെയെന്നത് വലിയൊരു തുടക്കത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിലെ ഒരു പ്രശ്നമായിട്ടാണ് പാർവതിക്കും അനുഭവപ്പെട്ടത്. എനിക്ക് പാർവതിയിൽ സംസാരിച്ചപ്പോഴും മനസ്സിലായത് അതാണ്. അപ്പൊ ഞാൻ പാർവതിയുടെ കേസിൽ പറഞ്ഞത് നമുക്ക് അതൊരു കാര്യമാണ്, ഈ നമ്മൾ എഴുതുന്നതെല്ലാം ശരിയാവുക എന്നുള്ളതാണ്. എല്ലാം എഴുതണമെന്നില്ല, അതാണ് ആദ്യം അറിയേണ്ടത്. ഒരു ചോദ്യത്തിന്റെ മുഴുവൻ ഉത്തരം എഴുതണം എന്നല്ല, ഫസ്റ്റ് നമ്മൾ ഉറപ്പിക്കേണ്ടത്, അക്ഷര ചെയ്യേണ്ടത് എഴുതുന്നതെല്ലാം ശരിയായിരിക്കണം, ഒരു തെറ്റും എഴുതാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു അഭ്യൂഹം പോലെ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചൊന്നും സിവിൽ സർവീസിന്റെ പേപ്പർ നമ്മൾ എഴുതുന്നെന്ന് ഓർക്കണം. അവിടെ ഒരു ആൻസറിന്റെ ഏറ്റവും അവസാനം വരെ, ഏറ്റവും ഇസന്റ് വരെയും ഒരിടത്ത് പോലും ഒരു മണ്ടത്തരം വരാൻ പാടില്ല, ഒരു ബ്ലണ്ടർ വരാൻ പാടില്ല, ഒരു തെറ്റ് വരാൻ പാടില്ല. അത് തെറ്റ് വന്നാൽ ചിലപ്പോൾ 1ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ ആൻസറിനാണ് ആ തെറ്റ് വന്നിട്ടുള്ളതെങ്കിൽ പോലും മുഴുവൻ ആൻസർ നോക്കുമ്പോൾ ആ മുഴുവൻ ആൻസറിനെയും അത് ബാധിക്കും. അതായത് ഇങ്ങനെ ഒരു മണ്ടത്തരം എഴുതിയ ഒരു കുട്ടി ഇനി എന്ത് ശരി എഴുതിയാലും ശരിയാവുകയില്ല. ഈ വാല്യൂ ചെയ്യുന്നത് അങ്ങനെ ഒരു എന്താ പറയുക, ആത്മനിഷ്ഠ സമീപനമാണ് മലയാളം പോലുള്ള സബ്ജക്റ്റിന്റെ വാല്യൂഷനിൽ വരുന്നത്. മാത്തമാറ്റിക്സിനാണ് ഈ പ്രശ്നം വരുന്നില്ല, അല്ലെങ്കിൽ സയൻസിന് എഴുതുമ്പോൾ ഈ പ്രശ്നം വരുന്നത്. കാരണം ഉത്തരം അല്പം തെറ്റിപ്പോയാലും, അല്ലെങ്കിൽ തെറ്റെന്നല്ല, ഒരു ഉത്തരം ശരിയാ മറ്റൊരു ഉത്തരം തെറ്റിയാൽ ആ തെറ്റിയ ഉത്തരത്തിൽ മാത്രം തെറ്റും തരും, ശരി എഴുതുന്നതിന് ശരിയും തരും. പക്ഷെ മലയാളം പോലുള്ള സബ്ജക്റ്റ്, പ്രത്യേകിച്ച് ലിറ്ററേച്ചറിന് അങ്ങനെയല്ല വരുന്നത്. വലിയൊരു ബ്ലണ്ടർ, ഇങ്ങനെ ഒരു ബ്ലണ്ടർ എഴുതിയ കുട്ടി ഇനി ഒരു ശരിയും ഇനി എഴുതാൻ ആ കുട്ടി എഴുതിയാലും ശരിയാവുകയില്ല. അപ്പൊ ഇതൊരു വലിയൊരു ഒരു ബോധം അല്ലെങ്കിൽ ഈ ഒരു കാര്യം പാർവതിയെ നന്നായി പരിശീലിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആദ്യം എഴുതി തരുമ്പോൾ അതിൽ എഴുതി തരുന്ന ആൻസറിനകത്ത് ഇങ്ങനെ ചില ബ്ലണ്ടർ എന്നല്ല, ചില വന്നുകൂടാത്തത് ഇങ്ങനെ എഴുതി തരുമ്പോൾ ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു, ഇത് കണ്ടോ. അപ്പം പാർവതി തന്നെ പറയുമായിരുന്നു, ശരിയാ സാറേ, എനിക്ക് അറിയാതെ ഞാനൊരു ഒരു സൗന്ദര്യത്തിലങ്ങ് എഴുതിയതാ എന്ന് പറയും. അങ്ങനെ ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം എപ്പോഴും ഒരു കോൺഷ്യസ് ആയിട്ട്, എപ്പോഴും പാർവതി ആൻസർ ചെയ്യുമ്പോൾ ഒരു കോൺഷ്യസ് വേണം. ഏതാണ്? എഴുതുന്നതെല്ലാം വ്യക്തമായിരിക്കണം, എഴുതുന്നതെല്ലാം ശരിയായിരിക്കണം. അത് നന്നായി പരിശീലിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതാണ് മലയാളം എഴുതുമ്പോൾ അത്യാവശ്യം വേണ്ടത്. നമ്മൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമായിട്ട് എഴുതുക എന്നല്ല, ഒരർത്ഥത്തിൽ മലയാളത്തിന് ഒരു ഉത്തരം പൂർണ്ണമായിട്ട് ഇല്ല എന്നത് നമ്മൾ അറിയണം. കാരണം 100% ശരി എന്നൊരു ശരി മലയാളത്തിൻ്റെ ഇല്ല. എഴുതുന്നതെല്ലാം ശരിയാവുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിനെ സംബന്ധിച്ച് വീണ്ടും എത്രത്തോളം ശരി എഴുതാൻ അറിയാമോ അത്രത്തോളം ശരി എഴുതാം. പക്ഷെ സങ്കല്പിച്ചുകൊണ്ടോ അതായിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടോ ഒരു തെറ്റ്
വരാൻ പാടില്ല. അതപ്പം വ്യക്തമായ അറിവ് നമുക്ക് തന്നെ അറിയാവുന്ന കൃത്യമായ അറിവുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി എന്നതാണ് പാർവതിയുടെ കേസിലും പാർവതിക്ക് മാർക്ക് കിട്ടാനിടയായതിനകത്ത് സംഭവിച്ചത്. അതായിരിക്കണം നമുക്ക് ശീലിക്കേണ്ടത്. അപ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയും, മലയാളം എടുക്കുന്നവർക്ക് ഒരു കൂട്ടത്തിലും ഭയങ്കര സാഹിത്യം വേണോ, വലിയ ആലങ്കാരികമായ ഭാഷയിലാണോ എഴുതേണ്ടത് എന്നൊക്കെ ചിലർക്ക് സംശയം തോന്നുന്നവരാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വസ്തുതകൾ ചില ചോദ്യങ്ങളായിരിക്കുമല്ലോ ചോദിക്കുന്നത്. അവിടെ ഈ അതിന്റെ സൗന്ദര്യാത്മകമായ തലം, ചിലപ്പോൾ ചില ചോദ്യത്തിനാ ചോദിക്കും അതിന്റെ സൗന്ദര്യാത്മകമായ തലം അല്ലെങ്കിൽ അതിന്റെ ഭാവതലം എഴുതുക എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരം എഴുതേണ്ടി വരും. അല്ലാതെ എല്ലാം ഫാക്റ്റുകളാണ് ചോദിക്കുന്നത്. ഫാക്റ്റ് ചോദിക്കുമ്പോൾ നമ്മുടേതായ ഭാഷയിൽ അത് ഇന്നതാണ്. വെറും മാത്തമെറ്റിക്സ് എഴുതുന്ന അതേ ലാംഗ്വേജ് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്രം എഴുതാനൊരു ഭാഷ എന്ന് പറയും, സാഹിത്യത്തിനൊരു ഭാഷയുണ്ട്, ശാസ്ത്രം എഴുതാനൊരു ഭാഷയുണ്ട്. നമുക്ക് ഈ മലയാളം എഴുതുന്ന നമ്മൾ ഓപ്ഷണൽ മലയാളം എടുക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്രം എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ തന്നെ മലയാളം എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ വസ്തുതകളായിട്ട് എഴുതിയാൽ മതി. അങ്ങനെ ഒരു പരിശീലനമാണ് പാർവതിക്ക് നൽകിയിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർവതിക്കും ഇങ്ങനെ ആലങ്കാരികമായ, സൗന്ദര്യാത്മകമായ, കാവ്യാത്മകമായ എന്നൊക്കെ പറയില്ലേ, അത്തരം ലാംഗ്വേജ് ഉപയോഗിക്കേണ്ട, അത് അബദ്ധം പറ്റും. ഉള്ളതുപോലെ എഴുതി വെക്കുക, അങ്ങനെയാണ് പരിശീലിപ്പിച്ചത്. അതാണ് മലയാളത്തിന് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിവിടെ സാഹിത്യം രചന നടത്താനല്ല, സിവിൽ സർവീസിന്റെ പരീക്ഷയിൽ സാഹിത്യം കവിത എഴുതാനല്ല വന്നിരിക്കുന്നത്. മറിച്ച് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പഠിച്ചാൽ മതി. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയായിരുന്നു വേണ്ടത്. ഓക്കെ സാർ, ഈ വർഷം 2025 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സാറിന് എന്താണ് ഒരു പെട്ടെന്ന് പറയുകയാണെങ്കിൽ സാറിന് എന്തായിരിക്കും അവരോട് പറയാനുണ്ടാവും? മലയാളം ഓപ്ഷണൽ എടുക്കുന്ന കുട്ടികൾക്ക് അത് എന്തായിരിക്കും, എങ്ങനെയാണെന്നാണ് അല്ലേ. അപ്പം മലയാളം ഓപ്ഷൻ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സിലബസ് ഒന്ന് നന്നായി പരിചയപ്പെടുക. അത്യാവശ്യം വേണ്ടത് സിലബസ് പരിചയപ്പെടുക. നമുക്കറിയാം പേപ്പർ 1, പേപ്പർ 2 പേപ്പറാണ്. 250 മാർക്കിന്റെ 2 പേപ്പറുകളാണ് ഉള്ളത്. ഓരോ പേപ്പറിലും 2 സെക്ഷൻ വെച്ചുണ്ട്. ഇപ്പം പേപ്പർ 1 സെക്ഷൻ എയും സെക്ഷൻ ബിയും. സെക്ഷൻ എ എന്ന് പറയുന്നത് പൂർണ്ണമായും ഭാഷാ ചരിത്രമാണ് സെക്ഷൻ എ. സെക്ഷൻ ബി എന്ന് പറയുന്നത് സാഹിത്യ ചരിത്രമാണ്. അപ്പൊ ഒന്ന് ഭാഷാ ചരിത്രവും മറ്റൊന്ന് സാഹിത്യ ചരിത്രവും. അപ്പം ഭാഷാ ചരിത്രം എന്ന് പറയുമ്പോൾ മലയാള ഭാഷ ചരിത്രമാണല്ലോ നമുക്ക് അറിയേണ്ടത്. മലയാള ഭാഷ ആവിർഭവിച്ചിട്ട് ഒരു 8-9 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. അപ്പൊ ഒരു 9 നൂറ്റാണ്ടിന്റെ ചരിത്രം. നമുക്ക് ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് രാമചരിതമാണ്. അത് 12-ാം നൂറ്റാണ്ട് അവസാനം അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടെന്നാവും. അപ്പം 13-ാം നൂറ്റാണ്ട് മുതൽ ഈ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു ഭാഷയുടെ ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെയും ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂണിറ്റ് വൈസ് ആയിട്ടുണ്ട്. മുഴുവനും പഠിക്കാനല്ല, ഘട്ടം ഘട്ടമായിട്ട് ഏറ്റവും ഈ മൈൽ സ്റ്റോൺ പോലെ ഏറ്റവും ഈ ഭാഷയുടെ ചരിത്രത്തിലെ നിർണായകമായ ഓരോരോ ഘട്ടങ്ങളെ കുറിച്ച് മാത്രം അങ്ങ് പരിചയപ്പെട്ടു പോയാൽ മതി. അല്ലാതെ മുഴുവൻ ഭാഷാ ചരിത്രം നമുക്ക് അവിടെ പഠിക്കേണ്ടി വരുന്നില്ല. കൃത്യമായിട്ട് സിലബസ് അവിടെ ഉണ്ട്. സാഹിത്യ ചരിത്രവും നേരത്തെ പറഞ്ഞ നമുക്ക് 12-ാം നൂറ്റാണ്ട് തൊട്ടുള്ള 21-ാം നൂറ്റാണ്ട് ഇതുവരെയുള്ള സാഹിത്യ ചരിത്രത്തെ കുറിച്ചൊരു സാമാന്യമായ ബോധമാണ് ഉണ്ടാകേണ്ടത്. ഒരു സാമാന്യ ബോധത്തോടൊപ്പം തന്നെ ഈ മൈൽ സ്റ്റോൺ പോലെ നിർണായകമായ ഓരോരോ ഘട്ടത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് സാഹിത്യ ചരിത്രത്തിൽ വരുന്നത്. അപ്പം ഈ ഒരുപക്ഷെ ഭാഷ ഈ പേപ്പർ 1 സാമാന്യമായ കുറെ അറിവുള്ള, മുൻകാല അറിവുള്ള, താല്പര്യമുള്ള, അവിടെയാണ് പറയുന്നത് നല്ല താല്പര്യമൊക്കെ ഒരു കുട്ടിക്കാണ് ആ പേപ്പർ എടുക്കാനും പറ്റുന്നത്, ഒരു പക്ഷേ എളുപ്പമായിട്ടും വരുന്നത്. പേപ്പർ 2 എന്ന് പറയുന്നത് ശരിക്കും ടെക്സ്റ്റ് മാത്രമാണ്. ശരിക്കും അതൊരു ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ PGക്കൊക്കെ പഠിക്കുന്ന കുറെ ടെക്സ്റ്റുകളും ആ ടെക്സ്റ്റിൽ നിന്ന് മാത്രമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പേപ്പർ 2-ൽ 2 എയും ബി ഉണ്ട്. എയിലാണെങ്കിൽ 12 പദ്യ വിഭാഗമാണ്. 12 പദ്യങ്ങൾ മാത്രം. ആ പദ്യത്തെക്കുറിച്ച് തമാശ എന്നപ്പം എഴുത്തച്ഛന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഈ എഴുത്തച്ഛന്റെ ആ ചെറിയ ഭാഗം, കുമാരനാശാൻ പല കൃതികൾ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കൃതി മാത്രം. അങ്ങനെ നമുക്ക് കുടിയൊഴിക്കല് വൈലോപ്പിള്ളിയുടെ വലിയ കവിയാണ്, ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും പഠിക്കേണ്ട, അതിൽ നിന്നൊന്നും ചോദ്യം ചോദിക്കത്തില്ല. നമുക്ക് പഠിക്കേണ്ട കുടിയൊഴിക്കലിൽ നിന്ന് മാത്രം, ശരിക്കും ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ മാത്രമാണ് സെക്ഷൻ ബിയിൽ ചോദിക്കുന്നത്, അല്ല പേപ്പർ 2-ൽ ചോദിക്കുന്നത്. അതിൽ തന്നെ പദ്യമുണ്ട്, ഗദ്യമുണ്ട്. ഇനി പദ്യം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പദ്യം കൂടുതൽ ഇഷ്ടപ്പെടാം, ഗദ്യം ഇഷ്ടപ്പെടുന്ന ഗദ്യം ഇഷ്ടപ്പെടാം. നിങ്ങൾക്ക് അതിന്റെ ഒരു ചോദ്യ മാതൃക കൂടി നമ്മൾ ഈ പഠിക്കാൻ എടുക്കുമ്പോൾ തന്നെ അറിയണം. അക്കാര്യം വളരെ പ്രാധാന്യമാണ്. കാരണം നമുക്ക് സെക്ഷൻ എയിൽ നിന്നും സെക്ഷൻ ബിയിൽ നിന്നും എത്ര ചോദ്യങ്ങൾ എഴുതണം എന്നൊക്കെ നേരത്തെ തീരുമാനിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഏതിനാണ് കൂടുതൽ പ്രാധാന്യം, നമുക്ക് ഇൻട്രസ്റ്റ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ്. ചില ഞാൻ നേരത്തെ പറഞ്ഞ ചിലർക്ക് പദ്യം പഠിക്കാനായിരിക്കും ഇഷ്ടം, മറ്റുള്ളവർക്ക് ഗദ്യം പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ ഗദ്യം പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഗദ്യത്തിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഗദ്യത്തെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ല പദ്യമാണ് താല്പര്യമെങ്കിൽ പദ്യത്തെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്ക് അങ്ങനെ ചോയ്സ് ഉണ്ട്.
അപ്പം തുടക്കത്തിൽ തന്നെ നമ്മൾ ഏതൊക്കെയാണ് പഠിക്കാൻ എടുക്കേണ്ടത്, ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ, കാരണം നമുക്കും കൂടെ ഒരു അതിനകത്തൊരു ഇഷ്ടമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഭാഷാ ചരിത്രം ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂടുതൽ ചോദ്യം സെലക്ട് ചെയ്യുക, സാഹിത്യ ചരിത്രത്തിൽ നിന്ന് കുറച്ച് ചോദ്യം സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ സിലബസിനെ കുറിച്ചും അതിന്റെ ചോദ്യം ചോദിക്കുന്ന രീതി തന്നെ, ശരിക്കും ചോദ്യം ചോദിക്കുന്ന രീതിയും മുൻകാല ചോദ്യങ്ങളും പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പരീക്ഷ എഴുതി തന്നെ ട്രയൽ എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ശരിക്കും അത് അത്യാവശ്യമായ ഒരു വിഷയമാണ്. ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് ആ ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെ നമ്മൾ പഠിക്കാൻ എടുക്കണം. അല്ലാതെ മുഴുവൻ പഠിച്ചിട്ട് ഏത് സെലക്ട് ചെയ്യുന്നതിനേക്കാളേറെ നമുക്ക് തന്നെ ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഇന്നതൊക്കെ ഇനി സെലക്ട് ചെയ്യും, ഇന്നതൊക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് വിചാരിച്ച് പഠിച്ച് അങ്ങനെ തുടക്കത്തിലെ അങ്ങനെ പോകണം. എങ്കിലത് അങ്ങനെയാണ് വേണ്ടതെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സാർ, നമ്മുടെ യാലിന്റെ AS-ആയിട്ട് സാറിന്റെ മലയാളം ഓപ്ഷനിൽ കൈകാര്യം ചെയ്യുന്ന രീതികൾ നമ്മുടെ ഇവിടെ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അതെ, ശരി. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിലിംസ് ആരംഭിക്കുമ്പോൾ തന്നെ മലയാളവും ആരംഭിക്കുന്നതാണ് ഇവിടുത്തെ രീതി. നമ്മുടെ ഇവിടുത്തെ മുൻകാല അനുഭവത്തിൽ നമുക്കൊരു 6 മാസം കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഏകദേശം 6 മാസം. അവിടെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കണം, ഞാൻ പറഞ്ഞല്ലോ സിലബസ് ഉണ്ട്. സിലബസ് ആദ്യം പരിചയപ്പെടുത്തുന്നു, സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അവർക്കൊരു ബോധ്യം ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സിലബസ് യൂണിറ്റ് വൈസായിട്ട് വിഷയം പഠിപ്പിക്കുകയും അതിന്റെ നോട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് ഒരുപക്ഷെ ഗാലന്റിന്റെ ഒരു പ്രത്യേകത എന്ന് തന്നെ അതല്ലെങ്കിൽ അത് തന്നെയാണ്. നമ്മൾ വളരെ കൂടുതൽ നോട്ട്സ് അല്ല കൊടുക്കുന്നത്. ഓരോ വിഷയം ഓരോ യൂണിറ്റിനെ കഷ്ടിച്ചൊരു 5ഓ 6ഓ പേജുള്ള നോട്ട്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഒരു യൂണിറ്റിന് ഇപ്പം 10, 20, 25 പേജ് ആയിരിക്കും നമുക്ക് നോട്ട്സ് ആയിട്ട് കൊടുക്കുന്നത്. നോട്ട്സ് ധാരാളം ഇഷ്ടംപോലെ ഇവിടെ അവൈലബിൾ ആണ്. നോട്ട്സ് നമ്മുടെ എയർലങ്ങ് മലയാളം എന്ന് അടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ നോട്ട്സ് ഉണ്ട്. നോട്ട്സിനല്ല പ്രശ്നം, അത് ഉപയോഗിക്കുന്നതിനാണ്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ യൂണിറ്റ് പഠിപ്പിക്കുന്നു, അതിന് ഒരു 5ഓ 6ഓ പേജ് മാത്രം വരുന്ന വളരെ പ്രിസിയായ ഒരു നോട്ട് തയ്യാറാക്കി കൊടുക്കുന്നു. ആ നോട്ട് കുട്ടികളെ പഠിച്ച് പരിചയപ്പെടുത്തുന്നു. കാരണം ആ നോട്ട് ശരിക്കും ഞാൻ ഇവിടെ കൊടുക്കുന്ന നോട്ടിന്റെ പ്രത്യേകത, നമ്മൾ ഈ താഴ്ന്ന ക്ലാസ്സിലൊക്കെ ഈ ആശയം വിപുലീകരിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പം നമുക്ക് താമേ പണിവതാകം നരകവും അതുപോലെ എന്നൊരൊറ്റ വാചകം തന്നാൽ ആ ഒരു വാചകത്തിൽ നിന്ന് നമ്മൾ ഒരു പേജ് എഴുതാൻ പരിശീലിക്കണം. ശരിക്കും പറഞ്ഞാൽ അതേ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ചെറിയ നോട്ട്, അല്ല ഓരോ സെന്റൻസും നമുക്ക് ഇലാബറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഒരൊറ്റ സെന്റൻസ് ആയിരിക്കും നോട്ടിന്റെ ഒരു സെന്റൻസ്. ആ ഒരൊറ്റ സെന്റൻസ് കൊണ്ട് കുട്ടിക്കൊരു പേജ് എഴുതാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ട്രെയിനിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പൊ നമുക്കറിയാം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇവിടെ ക്ലാസ്. ആ ഒരു ദിവസത്തെ ഒരു 5 മണിക്കൂർ, ഒരു 10:30 to ഒരു 4:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുത്തിട്ട് ആ 5 ദിവസത്തിലാണ് ആ കുട്ടിയോട് അടുത്ത ആഴ്ചയിൽ വരുന്നതിന് മുൻപായിട്ട് ആ കുട്ടിയോട് നേരിട്ട് 1 മണിക്കൂറെങ്കിലും ഞാൻ തന്നെ ആ കുട്ടിയോട് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം കുട്ടികളോട് നന്നായി സഹകരിച്ചെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ. സഹകരിക്കാതിരുന്ന രക്ഷയില്ല. അപ്പം പഠിക്കുന്നു, ആ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മെന്റർ ചെയ്യുന്നു. അങ്ങനെ ഓരോ ആഴ്ചയിലൂടെ നമ്മൾ പഠിപ്പിച്ച് ഏകദേശം 6 മാസം കൊണ്ട് ഈ പറയുന്ന മുഴുവൻ കാര്യവും നമ്മൾ പഠിപ്പിച്ച് തീർക്കുന്നതാണ് ഇതുവരെ ഉണ്ടായത്. നമ്മൾ റൈറ്റിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കത്തില്ല. ഓരോ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പഠിപ്പിക്കുമെങ്കിലും ഈ പാരലായിട്ട് നമ്മൾ ആൻസർ റൈറ്റിങ് കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ഒരു കാരണം ഈ ആൻസർ റൈറ്റിങ്ങിനകത്തൊരു സ്പീഡ് ആവശ്യമാണ്. മലയാളത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സ്പീഡാണ്. മലയാളം വരുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, അവർക്ക് എല്ലാ ആൻസറും അറിയായിരുന്നു, സമയം തികഞ്ഞില്ല എന്ന് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഈ സമയം, ഈ സ്പേസ് ആൻഡ് ടൈം, ഈ നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ആൻസർ എഴുതണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സ്പീഡുണ്ട്. ഈ സ്പീഡ് നമ്മൾ നേരത്തെ അത് പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. അത് നേരത്തെ കരഗതമാക്കി വെച്ചിട്ട് ഒരു 6 മാസം നമ്മളിത് അനങ്ങാതെ വീണ്ടും വെച്ചിട്ട് പിന്നെ പോയി പരീക്ഷ ഞാൻ പണ്ട് ഇത്ര വേഗത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് എഴുതാൻ കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്ന അതിന് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കുന്നത് പ്രിലിംസ് കഴിഞ്ഞ് ശേഷമാണ്. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാൻ നല്ല എടുക്കുന്നത്, അത് ശ്രദ്ധിക്കണം.
അപ്പൊ അത് രണ്ടും രണ്ടാണ്. പ്രിലിംസ് കിട്ടുന്നത് വരെ നിങ്ങൾ മാക്സിമം പഠിക്കുക. പ്രിലിംസ് കിട്ടുന്നത് വരെ നിങ്ങളെ കൊണ്ട് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം എഴുതി അത് പരിശീലിക്കുക. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കുകയില്ല. നമ്മൾ പഠിച്ചത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഴുതാം എന്ന് പരിശീലിപ്പിക്കുക. രണ്ടും രണ്ടാണ്. അതാണ് ഇവിടെ ചെയ്യുന്ന രീതി. അപ്പം നമുക്ക് ഈ 6 മാസം കൊണ്ട് നമ്മൾ പരമാവധി ചെയ്യുന്നത് മാക്സിമം കുട്ടികളെ പഠിപ്പിക്കുക, എഴുതിപ്പിക്കുക എന്നല്ല, പഠിപ്പിക്കുക. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ വീണ്ടും പിന്നെ എഴുതാൻ പഠിപ്പിക്കുക. കാരണം അറിവുണ്ടെങ്കിലേ എഴുതാൻ പറ്റും. നമ്മൾ ഈ അറിയാതെ അങ്ങനെയുണ്ട്. തുടക്കത്തിൽ തന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് അറിയാം, തുടക്കത്തിൽ തന്നെ അവരെ ഏതിന് പരിശീലിപ്പിക്കും? ആൻസർ റൈറ്റിങ്ങിന് പരിശീലിപ്പിക്കും. നമുക്കും അതിൻ്റെ ഒരു ഗുണമുണ്ട്. കുട്ടിക്ക് തോന്നും എനിക്കെല്ലാം അറിയാം, കാരണം ഞാൻ എഴുതുന്നതെല്ലാം ശരിയാന്ന് പറയുന്നുണ്ടല്ലോ, അത് നല്ലതാ. അപ്പം എൻ്റെ തെറ്റായൊരു കോൺഫിഡൻസ് ആ കിട്ടുക. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിലിംസ് കിട്ടുന്നത് വരെയും മലയാളം പഠിച്ചുകൊണ്ടേയിരിക്കുക. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 മാസം കിട്ടും. ആ 3 മാസം കൊണ്ട് തീർച്ചയായിട്ടും പിന്നെ ട്രെയിനിങ്ങാണ്. ആ ട്രെയിനിങ്ങിലൂടെ എന്തൊക്കെയാണ് സ്പീഡ്, പിന്നെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുക, ആ ഡിമാൻഡ് ചെയ്യുന്നത് മാത്രം എഴുതി പഠിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. 2 ഘട്ടമായിട്ടാണ്. രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കുളമാക്കുന്ന രീതി നമുക്ക് ഇല്ല. രണ്ടും 2 ഘട്ടമായിട്ടാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സർ, മലയാളം ഓപ്ഷൻ എടുക്കുന്ന ഏതൊരു കുട്ടിക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. അതിന് കൃത്യമായ ഒരു മറുപടി കിട്ടുകയും ചെയ്തു. അതിന് മറുപടി പറഞ്ഞതിന് സാറിന് ഒരുപാട് നന്ദി. എന്തായാലും എനിക്ക് പറയാനുള്ളത്, നമുക്ക് മലയാളം ഓപ്ഷണൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ ഞാൻ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് എടുത്തു പറയുന്നൊരു കാര്യം, ഈ മലയാളത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. എഴുതുന്നതിൽ ഒരു തെറ്റും വരാതെ ഇരിക്കണം. അപ്പൊ അതിന് അത്രത്തോളം അറിവ് നമുക്ക് അവിടെ ഒരു ആവശ്യമാണ്. അത് അറിവുള്ള ഒരാൾക്ക് മാത്രമേ ഈ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. അപ്പൊ നല്ലൊരു മെന്ററെ കണ്ടുപിടിക്കുക എന്നത് മലയാളം ഓപ്ഷൻ എടുക്കുന്നവർക്ക് അത്യാവശ്യമാണ്. അക്കാര്യത്തിൽ എൻ്റെ കാര്യം കൂടി ഞാനൊന്ന് പറയാം. ഞാൻ MA-ക്ക് റാങ്ക് ഹോൾഡർ ആയിരുന്നു. MA-യും MPhil-ലും PhD-യും ഞാൻ ചെയ്തിട്ടുണ്ട്. MPhil ചെയ്തത് മോഡേൺ ലിറ്ററേച്ചറിലും PhD ചെയ്തത് ഏൻഷ്യന്റ് ലിറ്ററേച്ചറിലുമാണ്. അതങ്ങനെ വന്നു ഭവിച്ചു, അല്ല മനഃപൂർവ്വം അല്ല അങ്ങനെ സംഭവിച്ചത്, വന്നു ഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മോഡേണും ഏൻഷ്യന്റും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നത് ഒരു കാര്യമാണ്. യൂണിവേഴ്സിറ്റിയിലെ കാര്യവട്ടം ഡിപ്പാർട്ട്മെന്റാണ് ഇതെല്ലാം. ഞാൻ MA-യും MPhil-ലും PhD-യും കാര്യവട്ടത്ത് തന്നെയായിരുന്നു. 38 വർഷമായിട്ട് ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിവിൽ സർവീസിന്റെ മേഖലയിൽ ഞാൻ 10 വർഷമായിട്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരോടും ഇപ്പം ഗാലന്റിൽ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പൊതുവായി പറയാനുള്ളത്, മലയാളം ഓപ്ഷനിൽ എടുക്കുന്ന കുട്ടികൾ അവരുടെ മെന്ററായി തിരഞ്ഞെടുക്കുന്നവർക്ക് നല്ല നോളജ് ആവശ്യമാണ്. ആ മെന്ററിന് നല്ല നോളജ് ആവശ്യമാണ്. കാരണം ഈ ഒരു തെറ്റും അബദ്ധത്തിൽ പോലും, പ്രത്യേകിച്ച് ഏൻഷ്യന്റ് ലിറ്ററേച്ചറൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു തെറ്റും അബദ്ധത്തിൽ പോലും വരാൻ പാടില്ല. ഒരു കാര്യം നമ്മൾ അറിയണം, ഈ പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക് എല്ലാം നല്ല തറവുള്ളവരാണ് പേപ്പർ വാല്യൂ ചെയ്യുന്നത്. നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്യുമെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ യാതൊരു അബദ്ധവും പറ്റാത്ത രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കിത്തരണമെങ്കിൽ നല്ലൊരു മെന്റർ ആയിരിക്കണം. അപ്പം നല്ലൊരു മെന്ററെ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടെത്തുക. അത് ഗാലന്റ് IAS-ൽ അത് നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നു. ആ കാര്യം കൂടി പ്രത്യേകിച്ച് പറയാം. പഠിക്കുന്നവർക്ക് വേണ്ട എല്ലാ കരുതലും സഹായവും സഹകരണവും എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു.